നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ജൂലൈ മാസം 15-ാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക, താല്പര്യം കാണിക്കുക. അതുപോലെ തന്നെ നല്ല നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. 2025 ജൂലൈ മാസം 15-ാം തീയതി ചൊവ്വാഴ്ച ദിവസം ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതിയിൽ, ഈ ഭൂമിയിൽ, കേരളത്തിൽ ഒരുപക്ഷെ പ്രതികൂലമായ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായെന്ന് വന്നാൽ പോലും ചില നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടവും കാര്യവിജയവും ജീവിതാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വാർത്തയിൽ കണ്ടു, ചെന്നൈക്കടുത്ത് തിരുവള്ളൂരിൽ അടുത്ത് ഒരു ഗുഡ്സ് ട്രെയിൻ കത്തി നശിച്ചു. ആ പ്രദേശത്തുള്ള കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെങ്കിൽ ആ ചെന്നൈയിലുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ധനനേട്ടവും കാര്യവിജയവും ജീവിതാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ ഈ ചൊവ്വാഴ്ച ദിവസം എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായാൽ പോലും കുറേ നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടവും കാര്യവിജയവും ജീവിതാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ചൊവ്വാഴ്ച ദിവസം നേട്ടങ്ങൾ വന്നിച്ചിരിക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനോടനുബന്ധിച്ച് മറ്റു പല കാര്യങ്ങളും പറയുന്നു. പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. 2025 ജൂലൈ മാസം 15-ാം തീയതി ചൊവ്വാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ 1200-ാം ആണ്ട് മിഥുനമാസം 31-ാം തീയതിയാണ്. ഒരു ദിവസം കൂടി മിഥുനമാസത്തിനുണ്ട്. മിഥുനമാസം 32 തീയതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 31 കഴിഞ്ഞാൽ 32 ഉണ്ടെന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. മലയാള തീയതിയിൽ പറയുമ്പോൾ മിഥുനമാസം 31 ചൊവ്വാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഢമാസം 24-ാം തീയതിയാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. സൂര്യോദയ സമയം ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:14, അസ്തമയം വൈകുന്നേരം 6:41. ഉദയാൽപരം തിഥി പഞ്ചമി തിഥിയാണ്. പഞ്ചമി തിഥി രാത്രി 10:28 വരെ ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രം ചതയ നക്ഷത്രമാണ്. ചതയ നക്ഷത്രം ചൊവ്വാഴ്ച രാവിലെ 6:28 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. 6:28 മുതൽ പൂരുട്ടാതി നക്ഷത്രമാണ് ആരംഭിക്കുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം. പൂരുട്ടാതി നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ 5:48. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ജ്യോതിഷം പറയുന്നു, പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ കുംഭക്കൂറിലും അവസാനത്തെ ഒരു പാദം മീനക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമയം കൂടി പറഞ്ഞു തരാം. അതായത് 6:28 മുതൽ രാത്രി 12:28 വരെയുള്ള സമയം, ചൊവ്വാഴ്ച രാവിലെ 6:28 മുതൽ അർദ്ധരാത്രി 12:28 വരെയുള്ള സമയം, ആ സമയം എന്ന് പറഞ്ഞാൽ കുംഭക്കുറിൽപ്പെട്ട പൂരുട്ടാതി മുക്കാൽ നക്ഷത്ര സമയമാണെന്നുള്ളത് അറിഞ്ഞുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കുംഭക്കുറിൽപ്പെട്ട പൂരുട്ടാതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ പൂരുട്ടാതി നക്ഷത്രമാണ് ഈ 27 നക്ഷത്ര ജാതകരെയും ചൊവ്വാഴ്ച ദിവസം സ്വാധീനിക്കുക. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങൾ വന്നിച്ചിരിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. തിരുവാതിര, പുണർദം, വിശാഖം, അനിഴം, തിരുവോണം, പൂരാടം, ചതയം എന്നീ നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം ജീവിതത്തിൽ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ അവർക്കൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. പ്രത്യേകിച്ച് ഈ ചതയ നക്ഷത്ര ജാതകരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചൊവ്വാഴ്ച ദിവസം അവർക്ക് അനുകൂലമായ ദിവസമല്ല. എങ്കിലും അനുകൂലമായ ഒരു നക്ഷത്രം ചൊവ്വാഴ്ച ദിവസം വരുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ചതയ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഞായർ, തിങ്കൾ, വെള്ളി എന്നീ 3 ദിവസങ്ങളാണ് ഏറ്റവും അനുകൂലമായ ദിവസം. മറ്റുള്ള ദിവസങ്ങളൊന്നും അവർക്ക്, പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസമൊന്നും ഒട്ടും യോജിച്ച ദിവസമല്ല. പക്ഷെങ്കിൽ അനുകൂലമായൊരു നക്ഷത്ര ദിവസം വരുമ്പോൾ അവർക്ക് നല്ല അനുഭവങ്ങൾ ആ പ്രതികൂല ദിവസത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം തിരുവാതിര, പുണർദം, വിശാഖം, അനിഴം, തിരുവോണം, പൂരാടം, ചതയം എന്നീ നാളുകാർക്ക് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പുണർദം കാല്, പൂയം, ആയില്യം, ഉത്രാടം, മൂലം, ഔട്ടം ഇത്രയും നാളുകാർക്ക് പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നുള്ളതും അറിഞ്ഞു വെക്കുക. ഇനിയും
ശുഭസമയം ചൊവ്വാഴ്ച ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സമയം പറഞ്ഞുതരാം. രാവിലെ 7:44 മുതൽ 12 മണി, ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു. പിന്നീട് 1:44 മുതൽ ഉച്ചകഴിഞ്ഞ് 1:44 മുതൽ 3:14 വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. 3:14 മുതൽ 4:44 വരെയുള്ള സമയം രാഹുവിൻ്റെ സമയമാണെന്നുള്ളതും തിരിച്ചറിയുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 15 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 6 വരും. അപ്പോൾ ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. ചുവപ്പ്, പച്ച, കടുന്നീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ UVW എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുമെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ പങ്കുവയ്ക്കുന്ന കാര്യം ചൊവ്വാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ധനപരമായിട്ടുള്ള നേട്ടം, മനുഷ്യജീവിതം സ്വസ്ഥമായും സമാധാനവും ആയിട്ടും പോകണമെങ്കിൽ, സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ധനം കയ്യിൽ വേണം. ധനമില്ലെങ്കിൽ നമ്മുടെ ജീവിതം അധോഗതിയിലാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടി ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യം ആരും ആഗ്രഹിക്കത്തില്ല. അപ്പോൾ എല്ലാവർക്കും ധനം കയ്യിൽ ഉണ്ടാകണം, ധനം വന്നു ചേരണം. ധനം വരുവാനുള്ള വഴികളാണ് നമ്മൾ ജോലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുക. ജോലി, വ്യാപാരം, വ്യവസായം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയാണല്ലോ, നമ്മൾ പ്രവർത്തന മേഖലയിൽ കൂടിയാണല്ലോ ധനം വരുന്നത്. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം അങ്ങനെ ധനം വന്നു ചേരുവാൻ കൂടുതൽ സാധ്യതയുള്ള നാളുകാർ ചതയം, വിശാഖം, മൂലം, തിരുവോണം, പൂരുരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം. ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ചൊവ്വാഴ്ച ദിവസം പ്രതീക്ഷിക്കാം, ധനവരവ് പ്രതീക്ഷിക്കാം. അപ്പോൾ ധനപരമായിട്ടുള്ള കൊടുത്തുവാങ്ങലിനൊക്കെ അനുകൂലമായ ദിവസമാണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ധനപരമായിട്ടുള്ള നേട്ടം കൊണ്ട് ഈ നാളുകാർക്കൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തന്ന ചതയം, വിശാഖം, മൂലം, തിരുവോണം, പൊരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം എന്നീ നാളുകാർക്ക് ജീവിത വിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. ഇത് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം എപ്പോഴും പ്രിയപ്പെട്ടവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്, അസ്ട്രോളജി മലയാളം.